എന്താ ഞായറാഴ്ചയായിട്ട് എല്ലാവരുടെയും പരിപാടിയൊക്കെ ഞാൻ എന്താ നമ്മുടെ കൂന്തലാട്ട റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കൂന്തലിന്റെ റെസിപ്പി. ആയിക്കോട്ടെ, ഇതാ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ വൃത്തിയാക്കി എടുക്കുന്നതാട്ടെ ഈ കണ്ടത്. ഇനി ഒരു പാനിലോട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നീളത്തിലരിഞ്ഞ 3 സവാള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. കൂന്തലിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാട്ടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയായിട്ട് ചേർക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേ ഒരു പകുതി തക്കാളിയോട് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടാണ് വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് വേണം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ചമുളകും കറിവേപ്പിലോടെ ചേർത്തിട്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുണ്ടല്ലോ അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഈ കൂന്തലിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങൂട്ടാ. ആ സമയത്ത് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇനി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിനുള്ള കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കണം. ഇനി ഉണ്ടല്ലോ നാട്ടിലൊക്കെ വരുമ്പോൾ കറിവേപ്പിലൊക്കെ എന്ത് ശാമ്പല്ലേ, 2 തണ്ട് അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ അതായത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഈസി പീസി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഉണ്ടല്ലോ ഇത് നല്ല അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടേ കറി പോലെ വേണമെന്നാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഉണ്ടല്ലോ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ്